ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ തുടക്കത്തിലേ ഞാൻ പറയട്ടെ, നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഹോം ട്രെൻഡ്സ് ബൈ ഷിബി എന്നുള്ളത് ഷിബി വ്ളോഗ്സ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേൽ ഷിബി വ്ളോഗ്സ് എന്നൊന്ന് സെർച്ച് ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ കാണിച്ച ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്, സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ബാക്ക് പാർട്ടാണ് ചെയ്യുന്നത്. ആ ടോപ്പിൻ്റെ ബാക്ക് പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നതിലേക്കായിട്ട് തുണിയുടെ പുറം വശം, നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ പുറം വശത്തിലേക്ക് നമ്മുടെ ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ ആ കട്ട് ചെയ്ത പാർട്ടുണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് അകലത്തിൽ ഇതുപോലെ ഒന്ന് ബിഗിനേഴ്സിനാകുമ്പോഴത്തേലും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചു കഴിഞ്ഞാലായിട്ട് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്റ്റിച്ച് മാറിപ്പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൈൻ ഇട്ട് തയ്ക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ ലൈൻ ഇട്ടിട്ട്. അപ്പോൾ ഈ ലൈനിൽ കൂടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് ഒരു അകലത്തിൽ വേണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ? അപ്പോൾ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ, നല്ല വശം മീൻസ് തുണിയുടെ പുറം ഭാഗം കണ്ടോ, ഈ പാർട്ട് ഇതിൻ്റെ മേളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിങ് ക്ലോത്തിൻ്റെയും പുറം ഭാഗം ഉണ്ടല്ലോ, നല്ല വശമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് വെച്ചാൽ അകവശമല്ല പുറം വശം, ആ രണ്ട് തുണിയുടെയും പുറം വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക. ഈ മേളിൽ കാണുന്നത് അതിൻ്റെ ഇന്നർ പാർട്ടാണ് കേട്ടോ, അകം വശമാണ്. അപ്പോൾ പുറം വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേലും നല്ല വശം മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുറം വശമാണ്, അത് ഒരുമിച്ച് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. എന്നിട്ട് നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പിന്നുകൊണ്ട് അതൊന്ന് സെക്യൂർ ചെയ്യാം. അപ്പോൾ തുണി ഒരല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നിപ്പോകത്തില്ല. കണ്ടോ? അപ്പോൾ ആ രണ്ട് സൈഡിലും കഴുത്തിൻ്റെ ഭാഗത്തും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്തിട്ട് ആദ്യം നമ്മൾ കഴുത്താണ് തയ്ക്കുന്നത് കേട്ടോ. കഴുത്ത് തയ്ച്ച് ആയിട്ട് ആണ് ബാക്കിയുള്ളത് നമ്മൾ ലൈനിങ് യോജിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ കഴുത്ത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ പിൻ വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതെ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഇങ്ങനെ കഴുത്ത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ അതിൻ്റെ മെയിൻ ഫാബ്രിക് ആദ്യമേ വെട്ടരുതെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെട്ടിയാൽ നമ്മുടെ കഴുത്തിൻ്റെ ആ അകലം കൂടിപ്പോവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ രണ്ട് വശത്തോട്ടും ഷോൾഡർ ഇറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലായിട്ട് കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കും, ഇങ്ങനെ ഊരി പോകത്തില്ല, ഷോൾഡർ ഊരാതെ, പിന്നെ ഒത്തിരി കഴുത്തിന് അകലം വരാതെ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ കുറച്ച് നോച്ചസ് ഇട്ട് കൊടുക്കുക. അതായത് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടുകൾ, അതാണ് കേട്ടോ നോച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളത് മറിച്ചെടുക്കുമ്പോൾ നല്ലതായിട്ട് കംപ്ലീറ്റ് നല്ല ഫിനിഷിങ്ങിൽ മറിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മറിച്ചെടുക്കുമ്പോഴത്തേൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എന്നിട്ട് മറിച്ചെടുത്ത് കണ്ടോ. ഇപ്പോൾ ലൈനിങ് അകത്തോട്ടും വന്നു, ലൈനിങ്ങിൻ്റെ ഇന്നർ പാർട്ടും അകത്ത് പോയി, നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെയും ഇന്നർ പാർട്ട് അകത്ത് പോയി ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ കഴുത്ത് കണ്ടോ, ആ നോച്ചസ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് മറിച്ചെടുക്കുമ്പോഴത്തേൽ കിട്ടും. കണ്ടോ ഇങ്ങനെ. എന്നിട്ട് നമ്മളിപ്പോൾ ആ കഴുത്തിൻ്റെ ചുറ്റുഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട, അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ആ മെയിൻ ഫാബ്രിക്കിൽ പിടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ലൈനിങ് തുണി അതിൽ പിടിപ്പിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യമാണ്. ഈ ലൈനിങ്ങിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമുണ്ടല്ലോ, ആ താഴെയുള്ള ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിൽ അത് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അല്ലാതെ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ
തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനും നമ്മൾ ആ ലൈനിങ് ഒന്ന് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പോൾ സാധാരണ ഇന്നർ പാർട്ടിലിട്ട് തന്നെ തയ്ച്ചു കൊടുത്താൽ മതി. ഇത് കാരണം മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ പോർഷൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്യാൻവാസിൽ, അപ്പോൾ അത് ദാ ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് ഒന്ന് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ തന്നെ. എന്നിട്ട് ആ എഡ്ജും കൂടെ കണ്ടോ ഇതിങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടോ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴത്തേൽ അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേൽ കണ്ടോ ദാ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അത് ആ തുണി ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ പിടിച്ച് സെൻറ്റർ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേൽ നമുക്ക് ആ സെൻറ്റർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതാ നോക്കി കണ്ടോ ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകത്തില്ല. മറ്റേത് നമ്മൾ എത്ര കറക്റ്റായിട്ട് വെച്ചിരുന്നിരുന്നാലും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൻ്റെ മെയിൻ ഫാബ്രിക് എടുത്തിരിക്കുകയാണ് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ അതിലാണ് നമുക്ക് കഴുത്ത് പിടിപ്പിക്കേണ്ടത്. അതിൽ അതും ഇതുപോലെ മടക്കി രണ്ടും ഈക്വലാക്കി വെച്ചിട്ട് അതിൻ്റെയും ഇങ്ങനെ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോഴത്തേൽ അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ പോർഷൻ കിട്ടും. ഇനി നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഔട്ടർ പാർട്ടിൽ പുറം ഭാഗത്ത് കണ്ടോ ആ നല്ല വശത്ത് വേണം ഈ കഴുത്തിൻ്റെ നല്ല വശം ബാക്കിലോട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അകം ഭാഗം പുറത്തോട്ടും ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററും കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്യണം. ഈ പിന്നുകൊണ്ട് എപ്പോഴും സെക്യൂർ ചെയ്തിട്ട് തയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഇല്ലെങ്കിൽ തെന്നി മാറി പോയി കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ പാറ്റേൺ തന്നെ മാറിപ്പോവും, കുറച്ച് സൈഡിലോട്ടൊക്കെ ആയിപ്പോവും. അത് പിന്നെ തച്ച് ഇട്ട് കഴിയുമ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇതുപോലെ ഇങ്ങനത്തെ പിൻസ് കിട്ടും മേടിക്കാനായിട്ട്, അത് മേടിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് ഇനി ആ ക്യാൻവാസിൻ്റെ അതിനോട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ഇടണം. കണ്ടോ രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ഒരുമിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ ക്യാൻവാസിനോട് ചേർത്ത് തയ്ക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. ആ ക്യാൻവാസിൻ്റെ പുറത്തൂടെയും സ്റ്റിച്ച് വീഴരുത്. അതിൻ്റെ ചേർത്ത് തന്നെ കണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത്. അത്രയും ചേർത്ത് തന്നെ തയ്ക്കുക. അത് തയ്ച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നോച്ചസ് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ആ ഉൾഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ അതിലും ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കണം. നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോഴത്തേലും അത് ഈസി ആകത്തുള്ളൂ. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. കണ്ടോ ഇതുപോലെ ഇപ്പം മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് കഴുത്തിപ്പോൾ റെഡിയായി. ഇനി അതൊന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു 4 ഇഞ്ച് അകലത്തിൽ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചും കൂടി ഒന്ന് അതിൽ ഉറപ്പിക്കുക. കണ്ടോ അപ്പം നെക്കിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇപ്പം നന്നായിട്ട് നമ്മൾ നെക്കും പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറുകൾ തമ്മിൽ പിടിപ്പിക്കുവാണേ. ഷോൾഡർ ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അതായത് ബാക്കിൻ്റെയും ബാക്ക് പോർഷൻ്റെയും ഫ്രണ്ട് പോർഷനും അതിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ച് പുറത്തോട്ട് കാണാം. അങ്ങനെ പുറത്തോട്ട് കാണാനായിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് പുറത്തോട്ട് ചെയ്യത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ബിഗിനേഴ്സാണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ ലൈനിങ് പിടിപ്പിച്ചപ്പോൾ ആ കൈയുടെ ഭാഗമൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈനിങ് ക്ലോത്താണ് ആ വിട്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ 2 ഫാബ്രിക്സിൻ്റെയും അതായത് മെയിനിൻ്റെയും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ചാക്കുക. നല്ല വശം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഔട്ടർ പാർട്ടാണ് കേട്ടോ. അപ്പോൾ അത് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ആ ലൈനിങ് നമ്മൾ പിടിപ്പിച്ചിട്ടില്ലല്ലോ, ആ ലൈനിങ് ക്ലോത്ത് ഇത് ബാക്കിലോട്ട് എടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക.
ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ആദ്യം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇതൊരു ഈസിയാണെന്ന്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ രണ്ടും കൂടെ ചേർത്ത് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ്. എന്നിട്ട് ദാ ഇതിങ്ങനെ കണ്ടോ, ബാക്കിലോട്ടാക്കി ആ ബാക്കിലെ ലൈനിങ് പീസ് ഫ്രണ്ട് പോർഷൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ദാ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ അകത്തോട്ട് സ്റ്റിച്ച് ചെയ്യണം. ദാ ഇങ്ങനെ എന്നിട്ട് ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളത് നിവർത്തിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഫുള്ള് ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ അകത്ത് പോവും. കണ്ടോ, ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ദാ കണ്ടോ, ഈ ലൈനിങ് അതിൻ്റെ അപ്പുറത്ത് പോയി സ്റ്റിച്ചായ ഭാഗമാണ്. കണ്ടോ, ഇനി അതെന്നിട്ട് ദാ ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ ദാ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ച്. കണ്ടോ, അപ്പോൾ ഈ നമ്മുടെ നേരത്തെ കണ്ട ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ഇതിൽ കൂടെ കവേർഡായിപ്പോയി. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. മറ്റേത് ആ സ്റ്റിച്ച് ഇങ്ങനെ പുറത്തോട്ട് കാണും, ഇതിപ്പോൾ സ്റ്റിച്ച് അങ്ങ് അകത്തോട്ട് പോയി. അപ്പോൾ 2 ഭാഗവും ഞാൻ ദാ അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് നേരത്തെ പതിച്ച് തയ്ച്ചില്ലായിരുന്നല്ലോ, അതിപ്പോൾ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ തയ്ക്കുന്ന ടോപ്പിൻ്റെ നെക്ക് പോർഷൻ കഴിഞ്ഞു. ഇതിപ്പോൾ ഫ്രണ്ട് നെക്ക്, അകത്തുള്ളത് ബാക്ക് നെക്ക്. ഇപ്പം രണ്ടും ഏകദേശം സെയിം ലെങ്ത്തിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്ലീവ് ഒന്ന് ഇതാ ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കുക. മീൻസ് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ചേർത്ത് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ആ താഴെയുള്ള ഭാഗം എന്ന് വെച്ചാൽ ഹാൻഡ് റൗണ്ട് വരുന്ന ആ ഭാഗത്ത് ഇതാ ഇതുപോലെ അതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ അങ്ങ് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഈ സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും രണ്ടും ഒരുമിച്ചിട്ട് ഇതാ അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഇതിൻ്റെയും അതെ ഈ 2 സ്ലീവ്സിൻ്റെയും ഈ ഔട്ടർ പാർട്സ് ഒരുമിച്ച് വയ്ക്കുക. ഇന്നർ പാർട്സ് പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതാ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ടോപ്പ് കട്ട് ചെയ്തപ്പോഴത്തേല് ഫ്രണ്ട് പോർഷൻ എടുത്ത് ഒരു 1/2 ഇഞ്ച് സ്ലീവ്സിൻ്റെ അവിടെ ഒന്ന് അകത്തോട്ട് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ തന്നെ സ്ലീവ്സിലും അതുപോലെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സൈഡിൽ ദാ എന്നിട്ട് ഈ 2 ഭാഗത്തും അതിൻ്റെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ട് എന്ന് കൊടുത്തേക്ക്. ഈ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലോട്ട് വരണം. അപ്പോൾ നമ്മുടെ ആ ഉള്ളിലോട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ തുണി ചുളുങ്ങിയിരിക്കുന്നത് മാറി കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഇങ്ങനെ സ്ലീവ്സ് പിടിപ്പിച്ച് കൊടുക്കാം. സ്ലീവ്സ് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ സ്ലീവ്സിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തല്ലോ, ആ കട്ട് ചെയ്ത ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ദാ ഇതുപോലെ ഒരു പിന്നുകൊണ്ട് ദാ ഇങ്ങനെ പിന്ന് കുത്തി വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ പിന്ന് കുത്തുന്നത് കേട്ടോ. എന്നിട്ട് ദാ ഇനി ഈ സ്ലീവ്സ് ദാ ആ മെയിൻ ഫാബ്രിക്കിൻ്റെ മെയിൻ ഫാബ്രിക്കിൻ്റെ ക്ലോത്തുമായിട്ട് ഈ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ദാ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 3-4 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവും കേട്ടോ. അതിനുശേഷം ഞാനിതാ സ്ലീവ്സ് ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോഴത്തേൽ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ച് ഇട്ടേക്കുക, അപ്പോൾ കുറച്ചും കൂടി സ്റ്റിച്ചിന് ഉറപ്പുണ്ടാവും. എന്നിട്ട് ഞാനിതാ ഹാൻഡ് റൗണ്ട് എടുക്കുവാണ്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ എനിക്ക് 7 ഇഞ്ചാണ് ആ കൈയുടെ ആ റൗണ്ട് ഭാഗം വേണ്ടത്. അതിനുശേഷം ഇപ്പുറത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത് അതിലേക്ക് ഇത് ചേർത്തൊന്ന് വരച്ചു കൊടുക്കണം. ഇതാ സ്കെയിൽ ഉപയോഗിച്ച് ഇതാ ഈ ഒരു നമ്മൾ ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്കിങ്ങിലോട്ട് ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്കിലൂടെ അത് തയ്ച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ തയ്ച്ചെടുക്കണം.
അപ്പോൾ ഇത് ആ സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്ന ഹിപ്പിൻ്റെ ഭാഗം വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. എന്നിട്ട് അവിടെ ഒന്ന് ഒരു കെട്ടിടുക, നോട്ടിട്ടിട്ട് പിന്നെയും ഒരു എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ 2 സ്റ്റിച്ച് 2 സൈഡിലും കൊടുത്തേക്കുക. അപ്പോഴേ ഇത് നമുക്കൊന്ന് ഇപ്പം വണ്ണം കൂടിപ്പോയി അല്ല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു സ്റ്റിച്ച് മാറ്റാനുമൊക്കെ അത് സൗകര്യമാവും. അപ്പോൾ 2 വശവും തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വന്നപ്പോഴത്തേലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലിറ്റിൻ്റെ ആ ബാലൻസ് 1 ഇഞ്ച് തുണി നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ച് ഇതുപോലെ മടക്കി തയ്ക്കണം കേട്ടോ. അപ്പം ഞാൻ ബാക്ക് വശത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് ആദ്യം അടിക്കുന്നത്. അങ്ങനെ അടിച്ച് വരുമ്പോഴത്തേലും നമുക്ക് ഒട്ടും എന്താ പറയുന്നത് ഒരു ചുളുക്ക് വീഴത്തില്ല. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലരിങ്ങനെ ഫ്രണ്ടിൽ നിന്നേ പോയി ബാക്കിലോട്ട് തയ്ച്ച് പോകാറാ പതിവ്. ഞാൻ എപ്പോഴും ബാക്കിൽ നിന്ന് താഴോട്ട് തയ്ച്ചിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ മേളിലോട്ട് തയ്ച്ച് കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ തുണിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഇങ്ങനെ ചുളിവ് വരുന്നതും പെർഫെക്ഷൻ കിട്ടാത്തതുപോലെ വരുന്നുണ്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ സ്ലിറ്റിൻ്റെ നേരത്തെ ഒരു ഇത് കാണിച്ചല്ലോ, നോട്ട് കാണിച്ചല്ലോ, അവിടം വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് കുത്തി നിർത്തിയതിന് ശേഷം, നീഡിൽ കുത്തി നിർത്തിയതിന് ശേഷം ഇപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ആ സ്ലിറ്റിൻ്റെ പോർഷൻ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നവർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ കൊടുത്തേക്കുക. അങ്ങനെ 2 വശവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് പൂർത്തിയാക്കുക. സ്ലിറ്റ് ഇപ്പോൾ തയ്ച്ചു പൂർത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത്, ചുരിദാറിൻ്റെ ഏറ്റവും താഴ്ഭാഗവും ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാക്കിൽ ഷേപ്പ് കൊടുക്കാനായിട്ട് മേളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് 12 ഇഞ്ച് താഴോട്ട് എടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 2 വശത്തോട്ടും 4 ഇഞ്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 12 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വരയിടുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ആ ഒരു കണക്കിൽ ഇതുപോലെ ഒന്ന് ഡാട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതിന് ഷേപ്പ് ചെയ്യാന്ന് പറയും. കണ്ടോ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചുരിദാർ ഇരിക്കും. അപ്പോൾ ഇതാണ് ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക്. ചുരിദാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ചുരിദാർ തയ്ക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മെഷർമെൻറ്റിൻ്റെ ആ ചുരിദാറും കൂടെ ഇട്ട് ഞാൻ നോക്കി, അപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.